ഇന്ന് നമുക്ക് ക്യൂട്ട് ആൻഡ് പിൻട്രസ്റ്റി ആയിട്ടുള്ള ഒരു ഡാൻസിങ് ഡോളിനെ ഉണ്ടാക്കിയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയത് ഒരു പേപ്പറിൻ്റെ ഡാൻസിങ് ഡോളിനെയാണ്. അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു ഡാൻസിങ് ഡോളിനെ പിടിക്കാം. ഞാനിവിടെ ബേസായിട്ട് എടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള ഒരു കാർഡ്ബോർഡാണ്. ഞാൻ മുട്ടയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കട്ടിയുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റ് അല്ലെങ്കിൽ ചാർട്ട് പേപ്പറൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് എടുത്ത് അതിൽ വൈറ്റ് കളർ പെയിൻറ്റ് കൊടുത്താലും മതിയാവും. ഇനി വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡാൻസിങ് ഡോളാണ്. നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡാൻസിങ് ഡോൾ ഉണ്ട്. ഇതുപോലെ ബ്ലാക്ക് കളർ വരുന്ന ഒരു ഡാൻസിങ് ഡോളിനെ നമ്മളൊന്ന് ട്രേസ് ചെയ്തിട്ട് വരച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നാട്ടിലോ അല്ലെങ്കിൽ വീട്ടിലോ ഉള്ള കുറച്ച് കരിയിലകൾ മാത്രം. ഞാൻ രാവിലെ നടക്കാൻ പോകുന്ന ഇതുപോലെ എന്തെങ്കിലും ആക്രി സാധനങ്ങൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ രാവിലെ പറക്കി കൊടുക്കുന്ന എല്ലാ ഇലകളും ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് ഒരു കുഞ്ഞു ഉടുപ്പ് പോലെ വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള കുറച്ച് ബീഡ്സ് ഉണ്ട്. അത് ഞാൻ ഈ ഉടുപ്പിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ പശ ഒട്ടിച്ചപ്പം കുറച്ച് വൃത്തികേട് എനിക്ക് തോന്നി. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് കൂടി അവിടെ ഒട്ടിച്ചു കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഡോൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാനായിട്ട് മറക്കണം കേട്ടോ. ഇന്നത്തെ ഷൗട്ട് ഔട്ട് ഗൗരി, ശ്രീജിത്ത്, ഉണ്ണി, ദീപിക, സഞ്ജുഷ. എല്ലാവർക്കും ഒരു ഹായ്.